നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയാണ്, ഗേറ്റഡ് വില്ല പ്രൊജക്റ്റാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ മെയിൻ ഹൈവേയിൽ നിന്നും ഏതാണ്ട് 700ഓളം മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ലൊക്കേഷനിൽ നിന്നും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് 4-4.5 കിലോമീറ്റർ മാത്രം ദൂരവും, കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 15ഓളം കിലോമീറ്റർ മാത്രം ദൂരവും, ഇടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരിയിലേക്ക് 9 കിലോമീറ്ററോളം ദൂരവും, ആലുവ ടൗണിലേക്ക് 8 കിലോമീറ്ററോളം ദൂരവുമാണ് വരുന്നത്. തീർത്തും വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രം നിർമ്മിച്ച ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ്. 4 വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4.5 സെൻറ്റ് മുതൽ 5.5 സെൻറ്റ് വരെ ലാൻഡിലാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1650 സ്ക്വയർ ഫീറ്റ് മുതൽ 2000ഓളം സ്ക്വയർ ഫീറ്റ് വരെയുള്ള 4 BHK വീടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ എല്ലാ വില്ലകളിലും 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായി ഈ പ്രോജക്റ്റ് ഒരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല നിർമ്മിച്ചിരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതൊരു വലിയ വാഹനവും ഈസി കടന്നു വരാവുന്ന വീതിയുള്ള റോഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ പ്രോജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത് കിണർ വെള്ളവും KWA കണക്ഷനുമാണ്. എല്ലാ വീടുകൾക്കും നല്ല മനോഹരമായ ഗാർഡനുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തായി ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ വീട് വരുന്നത് 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 1700ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകി തന്നെയാണ് വീടിൻ്റെ മുൻവശം ഒരുക്കിയിരിക്കുന്നത്. ചെറിയൊരു സിറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിന് ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു മെയിൻ ഡോറാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകിയ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം, നല്ല സ്റ്റാൻഡേർഡായി നല്ല ക്വാളിറ്റി തന്നെയാണ് പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ ചെറിയൊരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഡൈനിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉറപ്പുവരുത്തി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് വീണ്ടും നൽകിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളെല്ലാം വാളുകൾ ചെയ്ത് നല്ല ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. നല്ലൊരു സ്പേഷ്യസ് ആയ കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു വുഡ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മറ്റുള്ള വില്ലകളെ അപേക്ഷിച്ച് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വീടിൻ്റെ കിച്ചൺ നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നു. 2 വാഷ് ബേസിനെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് പോയാൽ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഫുഡ് വേസ്റ്റ് ഇടാനുള്ള ടാങ്കാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 2 എണ്ണമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് കവറെല്ലാം വരുന്നതാണ്. വീടിൻ്റെ ബാക്ക് വശത്തായി നല്ല പ്രകൃതി രമണീയമായ ഒരു കൃഷിയിടമാണ്. പക്ഷേ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയാണ്. 2018 പോലും ഇവിടെ ഒന്നും ഫ്ലഡ് ബാധിച്ചിട്ടില്ല.
ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് ഇവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോ വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് 13 അടി നീളവും 11 അടി വീതിയുമായാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് നൽകിയിരിക്കുന്നത്. ലൈഫ് ലോങ് ഗ്യാരൻറ്റിയോട് കൂടിയ ഡോറാണ് ഇവിടെ വരുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇതിൻ്റെ ഫിറ്റിങ്സിൻ്റെ വർക്കുകളെല്ലാം ചെയ്തു വരുന്നതേ ഉള്ളൂ. ഇനി നമുക്കിവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. മനോഹരമായൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഫിറ്റിങ്സുകളുടെ വർക്കുകൾ അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി വുഡും ടഫൻ ഗ്ലാസുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്നത് ഒരു ഫാമിലി ലിവിങ്ങിലേക്കാണ്. മനോഹരമായൊരു ലിവിങ്ങാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ അതേ സൈസിലുള്ള ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് 13 അടി നീളവും ഏതാണ്ട് 11 അടി വീതിയുമായാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫോർത്ത് ബെഡ്റൂം ഒന്ന് കാണാം. മനോഹരമായ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഗ്യാരൻറ്റിയോട് കൂടിയ മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ വാർഡ്രോബ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഒരു ബാൽക്കണി കൂടി അവൈലബിൾ ആണ്. നല്ലൊരു ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിലല്ല സ്ഥിതി ചെയ്യുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് ഒരു 14-15 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മാത്രമല്ല ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു 4-4.5 കിലോമീറ്റർ മാത്രം ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 700-ഓളം മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നുള്ളൂ. മനോഹരമായൊരു ഗേറ്റ് കമ്മ്യൂണിറ്റിയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വില്ല പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പ്രൊജക്റ്റിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ, ചർച്ചുകൾ, മോസ്കുകൾ, ടെമ്പിളുകൾ, മാർക്കറ്റ്, ഹോസ്പിറ്റലുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഏതാണ്ട് 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1700 സ്ക്വയർ ഫീറ്റിലാണ് 4 ബെഡ്റൂമുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ചോദിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. 4.5 സെൻറ്റ് മുതൽ 5.5 സെൻറ്റ് വരെയുള്ള വില്ലകൾ ഏതാണ്ട് 1700 സ്ക്വയർ ഫീറ്റ് മുതൽ 2100-150 സ്ക്വയർ ഫീറ്റിലെ വില്ലകൾ ഇവിടെ അവൈലബിൾ ആണ്. ലാൻഡിൻ്റെയും വീടിൻ്റെയും സൈസിൻ്റെ വ്യത്യാസം അനുസരിച്ച് റേറ്റിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. 72 ലക്ഷം രൂപ മുതൽ 87 ലക്ഷം രൂപ വരെയുള്ള വില്ലകൾ ഇവിടെ അവൈലബിൾ ആണ്. 4 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബുക്കിംഗ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഈ പ്രോജക്റ്റ് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.